ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ ആയിരിക്കണം. സൂപ്പർ പടം, നല്ല തിരക്കഥ, നല്ലൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പാർവതിയുടെ കഥാപാത്രം ചെയ്ത് തെറ്റാൻ തോന്നും. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. നല്ല ഇമോഷണൽ ഫിലിമാണ്. ഒരുപാട് നാൾ ശേഷം നല്ല ഫിലിം കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തോന്നുന്നു പാർവതി തെറ്റാൻ തോന്നും. സെക്കൻഡ് ഹാഫിൽ അങ്ങനെ തോന്നുന്നില്ല. നല്ലൊരു പടമാണ്. ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണണം. ഗംഭീര സിനിമ. മൂവി സൂപ്പറാണ്. ഉർവശിയുടെയും പാർവതിയുടെയും അഭിനയം ഭയങ്കര സൂപ്പറാണ്. അടിപൊളി. അതെ അതെ, നന്നായി മൂവിയാണ്. ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. ഒരു വില്ലേജ് ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നന്നായിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടതിന് അതിനപ്പുറമാണ് സിനിമ. എന്താണ് ഇമോഷണലായിട്ട് തോന്നി. നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഉർവശിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല അഭിനയ മികവ്, അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു മൂവി തന്നെയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. എടുത്തു പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർച്ചേച്ചിയാണ്. എൻ്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് എന്താ പറയുക, നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് ഊർച്ചേച്ചി ഈ പടത്തിൽ തരുന്നത്. പാർവതി ഊർച്ചേച്ചി എന്നുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഒന്നും പറയാനില്ല. നമ്മൾ എന്താ പറയുക, തിയേറ്ററിൽ അവരോടൊപ്പം ജീവിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഒരു ഫ്ലഡ് ബേസ്ഡ് ആണ് അതിൻ്റെ ബാക്കപ്പിൽ നടക്കുന്നത്. ഫ്ലഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ശുശീൻ്റെ മ്യൂസിക് ബാക്കപ്പിൽ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നമ്മുടെ ഉള്ളിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ സൂപ്പർബാണ്. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും പക്ഷെ പടം ആ കഥയ്ക്ക് ഉള്ള ലാഗേ ഉള്ളൂ. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി ഫാമിലീസ്. ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ്. എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ പോലെ ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പുറത്തു വരുന്ന പോലെയാണ്. കോമ്പറ്റീഷനോ എന്തെന്നാ പറയണേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുളം എന്താ പറയുക ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ്. അപ്പം നോ കോമ്പറ്റീഷൻ. ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇനിയും കുറേ സിനിമകളിലേക്ക് ചേച്ചിയുടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം മനസ്സിലായി. ശരിക്കും മമ്മൂട്ടിയുടെ പോലെ തന്നെയാണോ? ആരാ? മമ്മൂക്കയുടെ പോലെ തന്നെയാണോ? ഒത്തിരി സിനിമ ചെയ്യാനുള്ള ആഗ്രഹമാണോ? പിന്നെ ഓഫ് കോഴ്സ് യെസ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഐ സീ യു. താങ്ക്സ്. ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റ് നമുക്ക് ലൈക്ക് അതാണല്ലോ തിയേറ്ററിലേക്ക് ആൾക്കാരെ പെട്ടെന്ന് ഫസ്റ്റ് ആകർഷിക്കണേ. പക്ഷെ ഒരു കണ്ടന്റ് ബേസ്ഡ് മൂവി കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ലൈക്ക് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഉർവശി ചേച്ചിയും പാർവതിയും ലൈക്ക് ദേ സ്റ്റോൾ ദ ഷോ. അടിപൊളിയുണ്ട്. ഈ അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. ആയാലും എൻ്റെ ഒരു അവാർഡ് ഞാൻ അതിൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എല്ലാ ചിത്രങ്ങളും കാണുകയാണല്ല. ഒരു തട്ടുകടിപ്പിനും അങ്ങനെ അടിച്ചുകൊണ്ട് ഇത് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം പെൺകുട്ടികൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അത്രയ്ക്കും അത് സിനിമ തന്നെ വന്ന് കണ്ട് അവരിൻ്റെ വിലയിരുത്തുക. കാരണം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതാകണ്ട. എല്ലാം കാണുക. എല്ലാവർക്കും എന്റെ ഫസ്റ്റ് ഫിലിമാണ്. ഇപ്പോൾ കണ്ട പ്രേക്ഷകരെല്ലാം ക്രിസ്റ്റോ എന്ന ഡയറക്ടറുടെ മാനോളം പോയിട്ട് എന്താണെന്ന് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഷോ ആണ് ഇന്നത്തെ. ഒരുപാട് നാൾ, എനിക്കൊന്ന് 8 വർഷത്തോളം എടുത്തു ഈ ഫിലിം എഴുത്ത് തുടങ്ങിയിട്ട് ഇവിടം വരെ എത്താൻ. അപ്പം ഫസ്റ്റ് ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടുള്ള റെസ്പോൺസ് പറയുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് തന്നെയാണ് തിയേറ്ററിൽ കിട്ടിയത്. തീർച്ചയായിട്ടും ക്രിസ്റ്റോയ്ക്ക് ആദ്യം നന്ദി പറയുന്നത് ഡയറക്ടർ ക്രിസ്റ്റോയ്ക്കാണ്. ക്രിസ്റ്റോയുടെ മേക്കിംഗ്, ക്രിസ്റ്റോയുടെ സ്ക്രിപ്റ്റ്, പിന്നെ ഈ നമ്മുടെ പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. സ്ത്രീകൾക്ക് മാത്രമേ വാസ്തവത്തിൽ സ്ത്രീകളുടെ ദുഃഖങ്ങളും ഉള്ളൊഴുക്കും അറിയാൻ പറ്റും. അത് രണ്ട് ഗംഭീര പെർഫോമൻസ് ഉർവശി ചേച്ചിയും പാർവതി തിരുവോത്തും നടത്തിയിട്ടുണ്ട്. അവരുടെ ഉള്ളൊഴുക്കാണ്, സ്ത്രീകളുടെ ഉള്ളൊഴുക്കാണ്. പുരുഷന്മാരുടെ ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളൊഴുക്കുണ്ട്. അത് പ്രകടമാക്കുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഞാൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് പറയുന്നതല്ല. ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. എനിക്കിഷ്ടപ്പെട്ടു സിനിമ.